ഇതാണ് മീൻ മുട്ടക്കറി. ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? അതിനായിട്ട് കുറച്ച് മീൻ മുട്ട എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതൊരു ചട്ടിയിലേക്ക് എടുത്തു വയ്ക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 5 മിനിറ്റ് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 7 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി തയ്യാറാക്കാനായിട്ട് ഇവിടെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി. ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മൂടി കൊടുക്കുക. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നന്നായി ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. തിളയ്ക്കാൻ അനുവദിക്കുക. മസാല നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച മീൻ പൊട്ട ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. മൂടി വെച്ച് ഒരു 8 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി ഉലുവാപ്പൊടി, കറിവേപ്പില വിതറി കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ മുട്ട വെച്ചിട്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. നിങ്ങളിത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു.